നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പ്രീമിയർ ലീഗിൽ മിന്നും ഫോമിലുള്ള ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആഴ്സണലിനെതിരെയാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് അത്ലറ്റിക്കോ മാഡ്രിഡിന് കളിക്കാനുള്ളത്. അതും ആഴ്സണലിൻ്റെ മൈതാനത്ത് എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ രാത്രി ഇന്ത്യൻ സമയം 12:30 ഈ പോരാട്ടം. പ്രീമിയർ ലീഗിൽ ഏറെ വട്ടം ആഴ്സണലുമായിട്ട് മുട്ടിയിട്ടുള്ള ഹുലിയൻ ആൽവാരസിനോട് ഒരു ചോദ്യം ഭയക്കുന്നുണ്ടോ? ആഴ്സണൽ മിന്നും ഫോമിലാണല്ലോ. മറുപടി നോക്കുക. അദ്ദേഹം പറയുന്നു, നോക്കൂ, ലുക്ക്, ഐ ബിലീവ് വി ക്യാൻ ബീറ്റ് എനി ടീം. ഞങ്ങൾക്ക് ഏത് ടീമിനെയും തോൽപ്പിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞങ്ങൾക്കൊരു ഗ്രേറ്റ് സ്ക്വാഡുണ്ട്. ഞങ്ങൾ ഗെയിം ബൈ ഗെയിം ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ കളി കഴിയുമ്പോഴും ഞങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് ടീമിനെതിരെയും ഷുവറായിട്ടും ഞങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. വി ക്യാൻ കോമ്പീറ്റ് വിത്ത് എനി വൺ ഫോർ ഷുവർ എന്ന് ഹുലിയൻ ആൽവാരസ് ഒട്ടും ഭയമില്ലാതെ പറയുന്നു. പ്രീമിയർ ലീഗിലെ വമ്പന്മാരൊക്കെ ആയിരിക്കും, പക്ഷെ ഞങ്ങൾക്കാരെയും പേടിയില്ല. ഞങ്ങൾ ഒട്ടും ഭയമില്ലാതെ തന്നെ അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ ഏത് ടീമിനെയും തോൽപ്പിക്കും, അതിനുള്ള സ്ക്വാഡ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് ഹുലിയൻ ആൽവാരസ് അർജന്റീൻ സൂപ്പർ താരം പറയുന്നു. അതേസമയം ആർട്ടിറ്റയും സിമിയോണിയും പരസ്പരം പുകഴ്ത്തുന്ന കാഴ്ചയാണ് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കണ്ടത്. സിമിയോണിയെക്കുറിച്ച് ആർട്ടിറ്റ പറഞ്ഞത്, അദ്ദേഹം അത്ലറ്റിക്കോയിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് വളരെ ഇമ്പ്രസീവാണ്. അദ്ദേഹം വർഷങ്ങളായിട്ട് ഈ ഒരു നിലവാരം അങ്ങനെ കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അത് അദ്ദേഹം എത്രത്തോളം സെൽഫ് ഡിമാൻഡഡ് ആണ്, അദ്ദേഹത്തിൻ്റെ ടാക്ടിക്കൽ കൺട്രോൾ എങ്ങനെയാണ്, ഇമോഷണൽ കൺട്രോൾ എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ കോമ്പറ്റിറ്റീവ് നേച്ചർ ഒക്കെ വ്യക്തമാക്കുന്നതാണ്. തീർച്ചയായിട്ടും ആളുകൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പമുണ്ട് എന്നാണ് ഇപ്പോൾ കൃത്യമായിട്ട് പറയുന്നത് മൈക്കൽ ആർട്ടിറ്റ. അതേസമയം ഡിയേഗോ സിമിയോണി ആർട്ടിറ്റയെക്കുറിച്ച് പറയുന്നു, ആർട്ടിറ്റ തീർച്ചയായിട്ടും ആഴ്സണലിനോടൊപ്പം ഒരു കിരീടം ചൂടും. അദ്ദേഹം അത് വളരെ ഡെസ്പറേറ്റ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് അതിന് കഴിയും എന്ന് സിമിയോണി തിരിച്ചും പറയുന്നു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.